നാം ഇത്രനാൾ സഞ്ചരിച്ചു വന്ന വഴി രണ്ടായി പിരിയുകയാണ്. ഒന്ന്, ഈ വഴിയുടെ തന്നെ തുടർച്ചയാണ്. പുരോഗതി, വേഗത തുടങ്ങിയ മൂടുപടങ്ങളുടെ വഴി. അത് ചെന്നെത്തുന്നത് ദുരന്തത്തിലേക്കാണ്. അടുത്ത വഴി അധികമാരും സഞ്ചരിക്കാത്തതാണ്. ഇത് നമുക്കായി അവശേഷിക്കുന്ന അവസാനത്തെ അവസരത്തിൻ്റെ വഴിയാണ്, ഭൂമിയെ സംരക്ഷിക്കാനുള്ള വഴി. അമേരിക്കയുടെ സാമൂഹിക ജീവിതത്തെ പിടിച്ചുകുലുക്കിയ ഏറ്റവും ശക്തമായ ഒരു കൃതിയിലെ വാചകങ്ങൾ അണിവ. പുസ്തകമേതെന്നല്ലേ? റേച്ചൽ കാഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം എന്ന കൃതി. സാങ്കേതിക വിദ്യയിലുള്ള മനുഷ്യന്റെ അമിതമായ വിശ്വാസത്തെ ചോദ്യം ചെയ്ത കൃതി. പാരിസ്ഥിതിക പ്രസ്ഥാനത്തിന് അരങ്ങൊരുക്കിയ കൃതി. പ്രകൃതി സ്നേഹത്തിൻ്റെ കവിതകളും ഗവേഷണങ്ങളും ഒക്കെയായി നടന്ന ഒരു പെൻസിൽവാനിയ ഗ്രാമീണ വനിതയായിരുന്നു റേച്ചൽ കാഴ്സൺ. ഈ സമയത്താണ് അമേരിക്കയിൽ DDT എന്ന കീടനാശിനിയുടെ ഉപയോഗം ആരംഭിച്ചത്. 1939 വികസിപ്പിച്ചെടുത്ത DDT 1945 പൊതുജനങ്ങൾക്ക് ഉപയോഗത്തിനായി ലഭിച്ചത്. കീടങ്ങളെ ഇല്ലാതാക്കാൻ നടത്തിയ ഈ ശ്രമത്തിൽ ഇല്ലാതായത് ഉപദ്രവകാരികളായ കീടങ്ങൾ മാത്രമല്ലായിരുന്നു. 90% വരുന്ന സഹായികളായ കീടങ്ങളും ഇരകളായി. ഈ വിഷയത്തിൽ റേച്ചൽ വിശദമായ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തി. അവർക്കൊരു കാര്യം ബോധ്യമായി: ഇത് ജീവിവർഗത്തിനാകമാനം അപകടകാരിയാണ്. അങ്ങനെ 1962 ദ ന്യൂയോർക്കർ എന്ന പ്രസിദ്ധീകരണത്തിൽ അവരുടെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. നിശബ്ദ വസന്തം എന്നായിരുന്നു ആ ഗ്രന്ഥത്തിന് പേര്. ഒരു ചീവീടിൻ്റെയോ കിളിയുടെയോ ശബ്ദമില്ലാതെ കടന്നു വരുന്ന വസന്തം. മാനവരാശിയുടെ മാത്രമല്ല, ഈ ഭൂമിയുടെ തന്നെ ഭാവി നിശബ്ദതയുടെ പ്രതീകമായി അവരതിൽ വരച്ചു കാണിച്ചു തന്നു. എല്ലാത്തിനെയും നിശബ്ദമാക്കിക്കൊണ്ട് നാം എവിടേക്ക് പോകുന്നു? ഭൂമിയിൽ ഏത് സ്വർഗമാണ് നമുക്ക് പണിതുയർത്താനാകുക? വാദപ്രതിവാദങ്ങൾ, ചർച്ചകൾ അനവധി നടന്നു. ഒടുവിൽ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങൾക്ക് ഉത്തരവിട്ടു. അന്വേഷണ റിപ്പോർട്ടിൽ സത്യം പൂർണ്ണമായും വെളിപ്പെടുകയും DDT നിരോധിക്കപ്പെടുകയും ചെയ്തു. അമേരിക്കയെ തുടർന്ന് മറ്റ് രാജ്യങ്ങളും പിന്നീട് DDT നിരോധിക്കുകയുണ്ടായി. മനുഷ്യർ പ്രകൃതിക്ക് മേൽ നടത്തിയ ഈ കടന്നുകയറ്റം മറ്റു പല പ്രകൃതി ചൂഷണങ്ങളെയും മനസ്സിലാക്കാനും പ്രതിരോധിക്കാനുമുള്ള പുതിയൊരു പൊതുബോധത്തിന് വഴി തെളിച്ചു. 6 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ലോകത്തെവിടെയുമുള്ള പരിസ്ഥിതി സ്നേഹികളെ, പ്രവർത്തകരെ പ്രചോദിപ്പിക്കുന്ന പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന നിശബ്ദ വസന്തം. ഈ ഗ്രന്ഥത്തെ പോലെ തന്നെ പ്രചോദനകരമാകുന്നു റേച്ചൽ കാഴ്സൺ എന്ന വ്യക്തിയും.